ഹായ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തുവാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, അമ്മയ്ക്ക് മാത്രമേ അറിയാമൂ. എൻ്റെ പരിപാടി വീഡിയോ പിടിക്കുക എന്നുള്ളത് മാത്രമാണ്, ബാക്കിയെല്ലാം അമ്മയുടെ കയ്യിലാണ്. വെറൈറ്റി ഫുഡ് രാത്രി അമ്മയ്ക്ക് ജോലി തരിക. സാധാരണ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ട്യൂഷൻ കഴിയുമ്പോൾ കഴിച്ചിട്ട് എവിടെയെങ്കിലും ചെന്നിരുന്ന് പഠിച്ച് കയറി കിടന്ന് ഉറങ്ങുന്നവരാണ്. ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു, ഒരു യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇരുന്നത്. ഇപ്പോൾ രാത്രി ഞാൻ സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ. വെറൈറ്റിയാണ്, അതുകൊണ്ടാണ് വീഡിയോ പിടിക്കുന്നത്. വെറൈറ്റി ഫുഡ് എന്തുവാണെന്ന് അറിയത്തില്ല, കാണാം. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇരിക്കുന്നത്. സാധാരണ ഇതെല്ലാം അമ്മയാണ് ചെയ്യാറ്, പക്ഷെ ഇന്ന് അമ്മയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫുഡിന് വേണ്ടുന്ന സാധനം: അരമുറി സവാള, ബീൻസ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇഞ്ചി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടും കാണുമല്ലോ ചീര. ചീര എന്ന് പറഞ്ഞാൽ നമ്മുടെ വയലിലെ ചീരയല്ല, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പച്ചച്ചീര. ഈ ചീരയില. പിന്നെ ഇതിലെല്ലാം പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെർമസലിയുടെ ആട്ടയാണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അതുകൊണ്ട് അരിയാനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അമ്മയും മോളും കൂടെ എന്തുവാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചെയ്തോണം. എനിക്ക് സീരിയൽ കാണണം. ഒന്നും കാണണ്ട, ഞാൻ സീരിയലൊന്നും കാണാൻ. സന്ധ്യ എനിക്ക് ഇച്ചിരി കുറച്ച് നേരം ഇരുന്ന് സീരിയൽ കാണണം. താങ്ക്സ്. ഓക്കെ, വിളിക്കാം. അപ്പം നമുക്കതിലേക്ക് കുറച്ച് കടുവറ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്ക്. അയ്യോ, അവിടെ കുറച്ചുകൊണ്ട് സ്വാഭാവികം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായയും പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ സത്യം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരാൾ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഉണ്ടായിരുന്നു. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാനൊന്ന് തുമ്മാൻ പോവാണ്. ഓക്കെ, ഉപ്പിടാൻ മറന്നു പോയി, അതുകൊണ്ട് ഇത്തിരി ഞാൻ ഇതാണ് കേട്ടോ. അതെൻ്റെ ജോലിയാണ്, ഞാൻ കുറച്ച് തന്നു. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് കുറച്ചൊക്കെ നമുക്ക് ഇടാനുള്ളതെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ചീര സഹായിക്കണം. വേണ്ട, ഇന്ന് സഹായിക്കാൻ മതി. ഇതൊക്കെ വരാനുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ഇപ്പോൾ എന്താ ഷെഫായിട്ടൊന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് തയ്യാറായി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യണം? മാറ്റാം. ഓക്കെ, തിളച്ച് വരുമ്പോഴത്തേക്കും ഷോർട്ട് ബ്രേക്ക്, ഞാനത് കുറച്ച് ചായ കുടിക്കും. ഓക്കെ, ബായ് പറ. ബായ്. അത് അടച്ച് വച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ മൂടി വെക്കുമ്പോൾ ആവിയിൽ അത് വെന്ത് വരും. ആയുധം ഒന്ന് കാണിക്കാമോ? താങ്കളുടെ ആയുധം. ഇതിനെയാണോ ഉദ്ദേശിച്ചത്? ഇതിനെ ആയുധം എന്ന് പറയണ്ട. അയ്യോ, ആയുധമോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ശരിക്കും പറയാനുണ്ടല്ലോ, നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തരിങ്ങനെ വീഡിയോസ് ഇടുമ്പോഴുണ്ടല്ലോ, ഞാനിങ്ങനെ അതിശയത്തോടെ ഇരിക്കും. എനിക്കിങ്ങനെ ചെയ്യാനുള്ളൊരു അറിയത്തില്ല. പക്ഷേ ഇത് ഒരുപാട് സമയമെടുക്കുന്നു, ഒരുപാട് പ്രിപ്പയർഡ് ആവണം നമ്മൾ.
ഇപ്പം എന്ത് ചെയ്യാനാണെങ്കിലും ഒക്കെ. ഇത് ഞാൻ പെട്ടെന്ന് എടുത്തതാ. എന്ത് അമ്മ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ എടുക്കുക നമ്മളെന്തായാലും യൂട്യൂബ് തുടങ്ങിയോണ്ട് ഞാൻ വിചാരിച്ച് എടുത്തിടാം. പക്ഷേ എനിക്കിതിന് അത്രയ്ക്കുള്ളൊരു ഇതൊന്നും ഇല്ല. അത് നമ്മൾ എനിക്കിതൊന്ന് ചെയ്ത് വരുമ്പോൾ ശരിയായി വരുമായിരിക്കും. അപ്പം നമുക്കിതൊന്ന് തുറന്ന് ഒന്നുകൂടി പാകപ്പെടുത്താം. ഇത് കുറച്ച് നമ്മളിപ്പോൾ വെർമിസെല്ലി പായസം വെക്കാനാണെങ്കിലും കുറച്ചധികം ഇത് വേവാനുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപ്പുമാവ് റെഡിയാക്കുമ്പോഴും കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് വെന്ത് പാകപ്പെട്ട് വരാനും ഒക്കെ. ഇതിൻ്റെ പേരെന്തോ? ഈ വെർമിസെല്ലി അട ഉപ്പുമാവ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ അതല്ല, മറ്റേ ആ സാധനം, മറ്റേ ആ നൂഡിൽസ് വെർമിസെല്ലി അട, വെർമിസെല്ലി അട എന്നാണ് പറയാറ്. അതിനകത്ത് കിടക്കുന്ന സാധനം എന്തോ? ഇതിനകത്ത് കിടക്കുന്ന സാധനം അല്ല, ഒന്നുമില്ല, ഒന്നും പറ്റില്ല. നെയ്യ് ചേർക്കുന്ന ഒരു പദമുണ്ട്. പക്ഷെ ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. നെയ്യ് ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് വേണ്ടാന്ന് തോന്നി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് ആയിരിക്കുമോ എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചതിൽ നല്ല ടേസ്റ്റായിരുന്നു. പുറത്തുനിന്ന് ഞാൻ കഴിച്ചത്. നീ ഇത് അടച്ചു വെച്ചിട്ട് ഇത് വേവാൻ കുറച്ച് കർഷകർ അവർ ഇതിനെക്കുറിച്ചൊരു എന്തായാലും ഒരു അഭിപ്രായം വരാതിരിക്കാൻ സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ടും. നാളെ ഇതുപോലുള്ള പല പല കുക്കിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. സപ്പോർട്ട് ചെയ്യണം ഉറപ്പായിട്ടും. നാളെ ഇതുപോലുള്ള പല പല കുക്കിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. അമ്മയെ തുറക്കാൻ പോവാണേ. ഇനി നമ്മൾ ഈ എന്താ പറയുക, എണ്ണയിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അതിന് ശേഷം നമ്മൾ ഈ ചെറിയ മറ്റേതാകുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി കുഴയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സ്പൂൺ എടുത്തതിന് ശേഷം നമ്മളിതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാര്യങ്ങളൊക്കെ കൊള്ളാം. ആ ചൂട് പാത്രം കൊണ്ടിരിക്കാൻ കൊള്ളാൻ സാധ്യതയുണ്ട്. താങ്ക് യു. നമ്മുടെ അടുക്കളയിൽ വലിയ എനിക്ക് തോന്നുന്ന വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെളിച്ചമില്ലാണ് കേട്ടോ. അപ്പം കാണുന്നവർക്കൊരു പക്ഷേ അത് മനസ്സിലാകുമായിരിക്കാം. വെളിച്ചം കുറവുണ്ട്. അതിൻ്റേതായ വീഡിയോസിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി കുറവുണ്ടായിരിക്കാം. ഇതിനിപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് എന്താ പറയുക, ഇതിൽ ചേരണം. കുറച്ച് സമയം ഇടുന്നു. മഴയാണെന്ന് തോന്നുന്നു പുറത്ത്. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, മൂടി വയ്ക്കാം. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് ഐറ്റംസും കൂടിയൊക്കെ ചേർക്കുന്ന പദമുണ്ട്. അണ്ടിപ്പരിപ്പ്, എന്താ പറയുക, മുന്തിരിങ്ങ, അങ്ങനെയുള്ള കുറേ സംഗതികൾ ചേർക്കാം. പക്ഷേ ഇത് ഞാൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ മോന് ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഇഷ്ടമല്ല. എന്തായാലും നമ്മളിത് ചെയ്യുമ്പോൾ കഴിക്കുമല്ലോ, അപ്പം വേസ്റ്റായി പോകും. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യും ഏലക്കയും ഒക്കെ ചേർക്കുന്നത് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, കുറച്ചുകൂടി ഒരു മണം ഉണ്ടാകും. പിന്നെ കുറേ കൂടി വെജിറ്റബിൾസും ആവശ്യമാണ്. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് 2 സെക്കൻഡും കൂടി ഇരിക്കട്ടെ. ഓക്കെ, അമ്മ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ടേ. വെള്ള ആർക്കാ? അത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ എന്തും ആര് വന്നെടുക്കുന്നു അവർക്ക്. നിങ്ങൾ 2 കുട്ടികൾക്കുള്ളത് ആദ്യം. ഈ പുക ഓക്കെ, സെറ്റല്ലേ? സെറ്റ്. കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. ഓക്കെ, ഇതിൻ്റെ കൂടെ നല്ല ചൂട് ചായകളായ എങ്ങനെ ഇരിക്കുമോ പതപ്പിച്ച് കഴിക്കണേ. ഞാൻ വെയിറ്റ് ചെയ്യുക കഴിക്കാൻ. 2 പേരുടെയും കപ്പ് നിങ്ങൾക്ക്, എനിക്കും അമ്മയ്ക്കും വലിയ ഗ്ലാസ്. ആയിട്ട് ഞങ്ങൾക്കാണ്, അല്ല സോറി, നിങ്ങൾക്കാ എന്ത് വലിയ കപ്പ്. കഴിക്കാം. അപ്പോൾ നമുക്ക് കഴിച്ചാലോ?
അപ്പോൾ അമ്മ ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഫുഡ് നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. ഇന്നത്തെ എന്താ പറയുക, ഡിഷ് തയ്യാറായി. സ്പെഷ്യൽ ഫുഡ് റെഡിയാണ്. പറയാൻ വലിയ സംഭവമൊന്നുമില്ലെങ്കിലും കഴിച്ച് നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഗതിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം, അറിയിക്കാതിരിക്കണം. ബൈ. ബായ് പറയണ്ട, ഇനിയുണ്ട്. ആ ഉണ്ട്, ഇനിയുണ്ട്. നമ്മൾ കഴിക്കുന്ന എങ്ങനെയുണ്ട്? മധുരമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പഞ്ചസാരയൊന്നും വേണ്ടി വരില്ല. കാര്യം ഈ വെജിറ്റബിൾസിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പർ. അങ്ങനെങ്കിലും എൻ്റെ മോനൊന്ന് സംസാരിച്ചല്ലോ. ഇഷ്ടപ്പെട്ടോ? ഓക്കെ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിച്ചിട്ട് വെറുതെ എടുത്താണ് തന്നെ. ഓക്കെ, തള്ളേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട്? കൊള്ളാം. ഒരു ആവറേജ്. ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ച് നോക്കിയാൽ ആ ടേസ്റ്റ് ഇതിനില്ല. പക്ഷേ എങ്കിലും ഞാൻ വെറുതെ പഞ്ചസാര ഇട്ട്, മധുരം ഉണ്ടായിരുന്നു. എന്തായാലും ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ, പിന്നെ അഭിപ്രായം പറയാം. മതി, കഴിച്ചിറക്കിയിട്ട് പറഞ്ഞാൽ മതി. കുറ്റമേ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാം. എത്രാളം പിടിച്ച് തിന്നണ്ട, പാടുത്ത തിന്നിട്ട് പറഞ്ഞാൽ മതി. സൂപ്പറാ, പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് പോലെ പറ്റിയില്ല. ആഹാ, പിന്നെ കുശുമ്പാ കേട്ടോ, കുശുമ്പ്. നിന്നെ കുറ്റം പറഞ്ഞു എന്ന് പറയരുത്, പക്ഷേ ഇത് ഇച്ചിരൂടൊക്കെ നല്ലോണം ആരും ഉണ്ടാക്കണ്ടേ. മതി. ഇനിയിപ്പോൾ ഉണ്ടാക്കി ഒന്ന് ഒരു ദിവസം ഒന്ന് ഇട്ടൊന്ന് കാണിക്കണേ എല്ലാവരും. ഇത് പോണം വരുമോ നോക്കാം. എല്ലാവരും ഇത് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയണം. എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങളെ തേടുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബായ് പറ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവരോട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മ കാണും വീഡിയോസിന്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഇവർ പറഞ്ഞത് തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.